ഹായ് ഹലോ, എല്ലാവരും സുഖമായിട്ട് സേഫായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നത്. ഇന്ന് ഈ ഏലക്ക കൊണ്ട് തന്നെ പരിപാടി എന്നല്ലേ, ഒരു ഏലക്കാമാല ഉണ്ടാക്കാനുള്ള പരിപാടി കേട്ടോ. അമ്മ എന്നെ വൈകിട്ട് വിളിച്ചിട്ട് പറഞ്ഞു ഒരു ഏലക്കാമാല ഉണ്ടാക്കി വെച്ചേക്ക്, വൈകുന്നേരം പള്ളിയിലൊന്ന് പോകണമെന്ന് കേട്ടോ. അപ്പോൾ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാനൊരു ഏലക്കാമാല ഉണ്ടാക്കുന്നത്. അപ്പം ഏലക്ക ഉണങ്ങിയ ഏലക്ക ആയതുകൊണ്ട് സൂചി കൊണ്ട് കുത്തിയതിന് ഹോള് വീഴാൻ ഭയങ്കര താമസം കേട്ടോ. അപ്പം ഞങ്ങൾ ബേബിച്ചിന് എനിക്ക് പിന്നുകൊണ്ട് ഹോളുണ്ടാക്കിയിട്ട് ഞാൻ അതിങ്ങനെ കോർത്തെടുക്കുവാണേ. അപ്പം നിങ്ങൾ വിചാരിക്കും വലിയ ഏലക്കമാല ഉണ്ടാക്കിക്കൂടെ എന്ന്. പക്ഷേ ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നതുകൊണ്ട് എനിക്കിങ്ങനെ അറിയുള്ളൂ. അടുത്ത തവണ നമുക്ക് ശരിയാക്കാം. അപ്പം ഞാൻ എന്താ നോക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പുറത്തെ മുറിയിൽ കുഞ്ഞാപ്പൂനെ ഉറക്കി കിടത്തിയിട്ടോ ഞങ്ങൾ ഏലക്കമാല ഉണ്ടാക്കാൻ വേണ്ടി ഇപ്പുറത്തെ സൈഡിലിരുന്ന്. പകുതി ആയപ്പോഴത്തേക്ക് അവൻ എണീറ്റ് വന്നു കേട്ടോ. പിന്നെ അവനോട് ഓരോ കാര്യങ്ങളൊക്കെ ചോദിച്ചു. അപ്പം ആ വഴക്കൊന്നും ഇല്ലാതെ ഞങ്ങളുടെ കൂടെ ബാക്കി ഏലക്കാമാല ഉണ്ടാക്കാൻ വേണ്ടി ഇരിക്കുന്നതാണ് നിങ്ങളീ കാണുന്നത്. അപ്പോൾ അവന് ഏലക്ക ഭയങ്കര ഇഷ്ടം കേട്ടോ. അത്യാവശ്യം കാണാതെ കഴിക്കുകയും ചെയ്യും, അത് വേറൊരു സത്യം. അപ്പോൾ ഞങ്ങൾ 3 പേരുടെ കൂടി ഏലക്കാമാലയൊക്കെ ഉണ്ടാക്കുവാണേ. ഇത് നമ്മുടെ പുറ്റടിയിലുള്ള പരുമല തിരുമേനിയുടെ പള്ളിയിലോട്ടുള്ളൊരു മാലയാട്ടോ. അപ്പം ഞാൻ ആദ്യമായിട്ടായതുകൊണ്ട് തന്നെ ഭയങ്കര കാര്യമായിട്ട് കുറേ നേരം എടുത്തു കേട്ടോ. ഇച്ചിരി അറിയാലോ, നോർമലി നമ്മുടെ പൂമാലയൊന്നും കോർക്കുന്ന പോലെ അത്ര ഈസി ഉള്ളതൊന്നുമല്ല, ഭയങ്കര പാടാട്ടോ. അപ്പോഴത്തേക്കും അമ്മ വന്നേ. അമ്മ പണി കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അമ്മ പോപ്കോൺ, അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനം കേട്ടോ, കുഞ്ഞാപ്പൂനും. അപ്പം പോപ്കോൺ ഉണ്ടാക്കി കൊണ്ടുവന്നു. അപ്പം കുഞ്ഞാപ്പ് പോപ്കോൺ തിന്നുന്നതാണ് നിങ്ങളീ കാണുന്നത്. ആ കൂടെ ഞങ്ങളും തിന്നുന്നുണ്ട് കേട്ടോ. കുഞ്ഞാപ്പ് മാത്രമല്ല, ഞങ്ങളും കഴിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഞങ്ങൾ ഈ ക്യാമറ വെക്കുന്ന സ്ഥലം ഒന്ന് മാറ്റി വെച്ചു. അപ്പം ആദ്യം എൻ്റെ സൈഡിൽ വെച്ചു. അപ്പം ഞാൻ കുറേ കഴിഞ്ഞ് നോക്കിയപ്പോഴത്തേക്കും ബേബിച്ചിനെ കാണാൻ പറ്റുന്നില്ല. അത് കഴിഞ്ഞപ്പോൾ ഞാൻ വേറൊരു സ്ഥലത്ത് കൊണ്ട് വെച്ചു. അപ്പോഴത്തേക്കും കുഞ്ഞാപ്പൂന് നല്ല സുഖമായി. അവൻ ഓടി വന്ന് അത് ക്യാമറയെ നോക്കുകയും വർത്താനം പറയുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ കുറേയൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞു കേട്ടോ. അത് കഴിഞ്ഞുണ്ടല്ലോ, ഇവനിപ്പോൾ ഒരു പരിപാടി കാണിച്ചു ഗൈസ്, ഒരു പരിപാടി കാണിച്ചു. എന്താണെന്ന് മനസ്സിലായോ? അവിടെ കിടന്ന് വടിയെടുത്ത് എൻ്റെ ഫോണിനോട് ഒറ്റ അടി. ദേ കിടക്കുന്നു ഫോൺ താഴെ. ഇപ്പം തന്നെ നിങ്ങൾക്കത് കാണാം. ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല, അവൻ അടിക്കുന്നുള്ളൊരു പ്രതീക്ഷ ഞങ്ങൾക്കില്ലായിരുന്നു. പക്ഷേ അവൻ അടിച്ചു, ദേ പോയി താഴെ. പിന്നെ എന്നാണെങ്കിലും അമ്മ നല്ല ശരിയാക്കി തന്നു. പിന്നെ ഞങ്ങൾ വേറൊരിടത്ത് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചു. അങ്ങനെ ഫൈനലി ഞങ്ങൾ ഏലക്കാമാല ഉണ്ടാക്കി. അപ്പം ഈ തവണ ഇങ്ങനെ ഉണ്ടാക്കി, അടുത്ത തവണ ഞാൻ ഇതിനേക്കാൾ നന്നായിട്ട് ഉണ്ടാക്കാൻ ശ്രമിക്കുക. എനിക്കറിയത്തില്ല, ഇങ്ങനെ വലിയ മാലയൊക്കെ കെട്ടുന്ന ആൾക്കാരുണ്ട് കേട്ടോ. എനിക്ക് അങ്ങനെ ഉണ്ടാക്കാൻ അറിയത്തില്ലാത്തത് കൊണ്ടാണ്. ഇപ്പം എങ്ങനെ ഉണ്ടാക്കിയാൽ എന്നല്ലേ ദൈവത്തിന് ഇഷ്ടപ്പെട്ടാൽ പോലെ, ദൈവത്തിനല്ല, നമ്മുടെ ഒരു പ്രാർത്ഥന നിയോഗം പോലെ ഞങ്ങൾ ചെയ്തു എന്നേ ഉള്ളൂ കേട്ടോ. അപ്പം അങ്ങനെ ഫൈനലി അങ്ങനെ ഏലക്കാമാലയൊക്കെ കെട്ടി. ഇനി ഇതെങ്ങനെയാണ്, ഇതെവിടെ കൊണ്ടുപോയി, എപ്പോൾ കൊണ്ടുപോയി എന്നൊക്കെ കാണണ്ടേ. അത് നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.